ഹലോ അരുൺ, എല്ലാവർക്കും ചിക്കേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അറ്റോമിക് മോഡൽസിനെ പറ്റിയാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള ടോപ്പിക്കാണ്. അതായത് അറ്റോമിക് മോഡൽസ്, പല അറ്റോമിക് മോഡൽസ് ഉണ്ടല്ലോ. നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് അറിയണം തോംസൺസ് മോഡൽ, റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് മോഡൽ, റൂദർഫോർഡ് മോഡൽ, അതുപോലെ ബോർ മോഡൽ ഓഫ് ആറ്റം, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, സോ അതിൽ നമ്മൾ ഇൻ ഡീറ്റെയിൽ ഇന്ന് നമ്മൾ രണ്ടെണ്ണമാണ് നോക്കാൻ പോകുന്നത്. ജെ തോംസൺ മോഡലും അതുപോലെ റൂദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റുമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് തോംസൺസ് മോഡൽ ആണ് നോക്കാൻ പോകുന്നത്. സോ തോംസൺസ് മോഡൽ എല്ലാവർക്കും അറിയാം. അതായത് പ്ലം പുഡിംഗ് മോഡൽ, അത് വാട്ടർമെലൺ സീഡ് മോഡൽ, അല്ലെങ്കിൽ എന്താണ് റേസിൻ മോഡൽ, അങ്ങനെയൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു മോഡലാണ് തോംസൺസ് മോഡൽ. അതായത് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്പിയർ ഉണ്ട്. സോ അതിൻ്റെ അകത്ത് എന്തുണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസസ് ഉണ്ടെന്നാണ് തോംസൺ പറഞ്ഞത്. അങ്ങനെയാണ്. അതായത് ഇതൊരു പോസിറ്റീവ് ചാർജ് സ്പിയർ ആണ്, പോസിറ്റീവ് ചാർജ് ആണ്. ഇതിൻ്റെ അകത്തുണ്ട് എന്തുണ്ട്, നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറയും. സോ ഈ ആറ്റം ആസ് എ ഹോൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് പറയുന്നത്. ഓവറോൾ ന്യൂട്രാലിറ്റി ഓഫ് ആറ്റം ആണ് ഇവിടെ ബേസിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ പക്ഷേ ഇതിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അതായത് ഇതിന് പല എന്താണ് ആ ഒരു പർട്ടിക്കുലർ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്സ് അതൊന്നും ഇതിന് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തെക്കാട്ടും കുറച്ചുകൂടെ ഒരു ഇൻഡെപ്ത് തരുന്ന അടുത്ത മോഡലാണ്. നമുക്ക് അതിലേക്ക് പോകാം. സോ ഇത്രയും ഉണ്ട്, ഈ ഒരു ജസ്റ്റ് ബേസിക് മോഡൽ ഇതാണ്. ഇവിടെ ഈ ഇത്രയും നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ അതിനെ റിപ്പൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി അത്രയും പോസിറ്റീവ് ചാർജസും അവിടെ തന്നെ ഉണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ റൂദർഫോർഡ് അറ്റോമിക് മോഡൽ. സോ റൂദർഫോർഡ് അറ്റോമിക് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് വഴിയാണ് അത് കണ്ടക്ട് ചെയ്തത്. സോ എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ അതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ട്. സോ അത് ഒരു ഗോൾഡ് ഫോയിലിൽ കൂടെ പാസ് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നേരെ ചിലർ പോകുന്നുണ്ട്, ഗോൾഡ് ഫോയിലൂടെ പാസ് ചെയ്ത് അവിടെ പോകും. ചിലർ ഇങ്ങനെ പോയിട്ട് കുറച്ചൊരു ആംഗിൾ ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ചിലരാണെങ്കിൽ തിരിച്ച് ഇവിടെ പോകും. സോ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പർട്ടിക്കുലർ മോഡലിനെ പറ്റി പറയാനുള്ളതെന്ന് പറയാം. അതായത് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഇതൊരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരുന്നു. ഇപ്പം റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണെങ്കിൽ എന്താണ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് അദ്ദേഹം ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് സ്റ്റേബിൾ ആവാൻ വേണ്ടി ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നു. സോ അത് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു അത് കൂടാതെ ഇതിന് കൂടെ വരുന്നൊരു സംഭവമാണ് ഹീലിയം, ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നത്. സോ അത് വെച്ച് ആ ഒരു ഇതിൻ്റെ ഇതാണ് ഇതിലെ പറഞ്ഞിരിക്കുന്നത്. അതായത് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയാനുള്ള കാരണം അതാണ്. സോ ബോംബാർഡ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ ഇതൊരു ഗോൾഡ് ഫോയിലാണ്. ഓക്കെ, സോ അപ്പം പുള്ളി കുറച്ച് ഒബ്സർവേഷൻസ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടി. എന്താ ഫസ്റ്റ് ഒബ്സർവേഷൻ നോക്കുവാണെങ്കിൽ എല്ലാം സ്ട്രെയിറ്റ് ലൈൻ പോയി. അതായത് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ പോയി. അതായത് ഈ ഒരു ഗോൾഡ് ഫോയിൽ പാസ് ചെയ്ത് അപ്പുറേ പോയി. അപ്പം അത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ആറ്റത്തിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, മോസ്റ്റ് ഓഫ് ദ സ്പേസ് എം ടി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ചിലത് ഇവിടെ വന്നിട്ട് ഒരു വലത്തോട്ട് മീൻസ് ആ ഒരു ആംഗിളൊക്കെ ചെറിയ ആംഗിൾ തിരിഞ്ഞു പോയി. ചിലതാണെങ്കിൽ ഇവിടുന്ന് എനിക്ക് പറഞ്ഞ് തിരിച്ചു പോയി, ബൗൺസ് ബാക്ക് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹം അതിൽ നിന്ന് എടുത്തത്. രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ നിന്ന് കുറച്ച് ആംഗിൾ പോകുന്നത് പുള്ളി ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പോസിറ്റീവ് ചാർജ്, മാസും പോസിറ്റീവ് ചാർജും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചെറിയൊരു ഏരിയയിലാണ്, ന്യൂക്ലിയസിൻ്റെ അകത്ത് ചെറിയൊരു ഏരിയ ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ അതാണ് അടുത്തൊരു പോയിന്റ് പറഞ്ഞത്. പിന്നെ ആറ്റം ആസ് എ ഹോൾ എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് അല്ലേ. സോ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞത് ഒരു ഓർബിറ്റൽ പാത്തിൽ കൂടാണ് ഇലക്ട്രോൺസ് പോകുന്നത് പറഞ്ഞു. പക്ഷേ
എന്താണ് കോൺഫിഗറേഷൻസും ഒന്നും കൃത്യമായിട്ടൊരു ഇത് പറയാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ഓക്കെ, സോ അതാണ് ബേസിക്കലി പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമ്മളൊരു ആറ്റം അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏതിനായിരിക്കും സൈസ് കൂടുതൽ? ഒബ്വിയസ്ലി ആറ്റത്തിനായിരിക്കും സൈസ് കൂടുതൽ. ആറ്റം നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു ആറ്റം ആണെങ്കിൽ ഇതിൻ്റെ അകത്തായിരിക്കും പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഇരിക്കുന്നത്. ന്യൂക്ലിയസ് എന്തുകൊണ്ടാണ് പോസിറ്റീവ് ചാർജ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അതിനകത്ത് ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോണും ന്യൂട്രോൺസും ആണ്. അത് ന്യൂട്രോൺസ് ചാർജ്ലെസ് ആണ്, പിന്നെ ഉള്ളത് പ്രോട്ടോൺസ് ആണ്. പ്രോട്ടോൺസിൻ്റെ ചാർജ് കൊണ്ടാണ് അതിനൊരു സ്പീഷീസ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇതിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇലക്ട്രോൺസ് ഇവിടെ ഓർബിറ്റൽ പാത്തിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഓർബിറ്റൽ പാത്താണ്. പക്ഷേ മാക്സ്വെൽ കൺസെപ്റ്റ് അനുസരിച്ച് ഓർബിറ്റൽ ഈ ഒരു ഇത് ഓർബിറ്റൽ പാത്ത് വഴി പോകണമെങ്കിൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യണം. പക്ഷേ ഇദ്ദേഹം അത് പറയുന്നില്ല. അപ്പം ഇത് റുദർഫോർഡിൻ്റെ മേജർ ഒരു ഡ്രോബാക്ക് ആണ് നമുക്ക് പറയാം. അതായത് എമിറ്റ് ചെയ്യുന്നില്ല, ഒരു പാത്തിൽ കൂടെ പോകുന്നുണ്ടെന്ന് എമിറ്റ് ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത്രയാണ് റുദർഫോർഡ് അറ്റോമിക് മോഡലിനെ പറ്റി ജസ്റ്റ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, അതായത് ഈ ഒരു സൈസിനെ പറ്റി ആറ്റത്തിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 10⁻⁻10 മീറ്റർ ആണ്, അല്ലെങ്കിൽ 1 ആംസ്ട്രോങ് ആണ് ആറ്റത്തിൻ്റെ സൈസ്. അതുപോലെ ന്യൂട്രോണിൻ്റെ സൈസ് നോക്കുക, ന്യൂക്ലിയസിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 10⁻15 മീറ്റർ ആണ്, അല്ലെങ്കിൽ 1 ഫെർമി. അപ്പം ഇത് വെച്ച് അദ്ദേഹം റേഡിയസ് ഓഫ് ദ ആറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുല കണ്ടുപിടിച്ചായിരുന്നു. സോ R is equal to R0 into A⁻1/3 ഫെർമി എന്നാണ് അദ്ദേഹം റേഡിയസ് ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ന്യൂക്ലിയർ റേഡിയ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. കാരണം ഫെർമി യൂസ് ചെയ്യുന്നത് ന്യൂക്ലിയസിൻ്റെ ആണ് ഒബ്വിയസ്ലി. ഓക്കെ, അപ്പോൾ ഇവിടെ R0 എന്നൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് 1.2 എന്നാണ് കോൺസ്റ്റന്റിന്റെ വാല്യൂ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തു. ഇപ്പം അറ്റോമിക് നമ്പർ ഇപ്പം നമുക്ക് അലൂമിനിയത്തിൻ്റെ എടുക്കാം. അലൂമിനിയം എത്രയാണ്? 27 ആണ് അറ്റോമിക് നമ്പർ. അലൂമിനിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 27 ആണ്. സോ അലൂമിനിയം ഇവിടെ A ആണ്, 27 ആണ് എന്ത് അതിൻ്റെ A വരുന്നത്. സോ അത് വെച്ച് അലൂമിനിയത്തിൻ്റെ ന്യൂക്ലിയർ റേഡിയസ് കാണുവാണെങ്കിൽ R is equal to R1.2 into 27 whole cube 1/3 ഫെർമി. സോ ഇതെന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് 27 എന്ന് പറയുമ്പോൾ 3 ആണ്. സോ 1.2 into 3 എത്രയാണ്? 3.6 ഫെർമി എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അത്രയാണ് അദ്ദേഹം കണ്ടുപിടിച്ച ന്യൂക്ലിയർ റേഡിയയുടെ ഒരു ഫോർമുല വരുന്നത്. ഇനി ഈ ഒരു പർട്ടിക്കുലർ മോഡലിൽ തന്നെ അദ്ദേഹം വേറെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചായിരുന്നു. അതിനാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. സോ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇനീഷ്യലി ഇവിടെ കൺസിഡർ ചെയ്തത് ഹീലിയം ആറ്റമാണ്, അല്ലേ? ഹീലിയം ആറ്റം മീൻസ് അതിൻ്റെ ബൊമ്പാർഡിയം എന്താണ്? ആ ഒരു റേഡിയോ ആക്റ്റീവ് സ്പീഷീസ് ബൊമ്പാർഡിയം ഹീലിയം ആറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലാ പ്രോട്ടോൺസും വേറെ ഒരു ഇതിൽ കൺസിഡർ ചെയ്യും. നമുക്ക് അത് ഹീലിയം ആറ്റം കൺസിഡർ ചെയ്യും. സോ ഹീലിയം ആറ്റം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമ്മളൊരു ചാർജ് സെപ്പറേഷൻ ജസ്റ്റ് ഒന്ന് കാണിക്കും. അപ്പം ഇവിടെ നിന്നാണ് ആ ഒരു റേസ് പോകുന്നത്, അല്ലേ? ഇവിടെ വന്ന് ഗോൾഡ് ഫോയിലുണ്ട്. ഇതാണ് ഗോൾഡ് ഫോയിലിന് കൺസിഡർ ചെയ്യുക. അപ്പം ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഇവിടുന്ന് ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ ഒരു 10 മീറ്റർ ഒന്നും അല്ല, അങ്ങനല്ല, ജസ്റ്റ് ഒരു ഇമാജിനറി, നിങ്ങൾക്ക് ഒരു സങ്കല്പിക്കാൻ വേണ്ടി അല്ലെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി 10 മീറ്റർ കൺസിഡർ ചെയ്യാം. 10 മീറ്ററിൽ ഇവിടുന്ന് ഈ റേയെ ഇവിടെ ഒരു 8 മീറ്റർ വരെ വന്നപ്പോഴത്തേക്കും അവിടെ തിരിച്ചുപോയി. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറയും? ഇവിടെ നോക്കുവാണെങ്കിൽ ഗോൾഡാണ്, അല്ലെ? ഗോൾഡിൻ്റെ ഒരു ആറ്റമാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ ഇതെന്താണ്? ഹീലിയം ആറ്റമാണ് ഇവിടെ. സോ രണ്ടും എന്താണ്? പോസിറ്റീവ് സ്പീഷീസ് ഉള്ള ആറ്റംസ് ആണ്. സോ അത് രണ്ടും കൂടെ പോസിറ്റീവ് എന്താണ്? റിപ്പല്ലാണ് ചെയ്യുന്നത്, അല്ലേ? രണ്ടും കൂടെ റിപ്പൽ ചെയ്യുകയാണ്. സോ അതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് നേരെ തിരിച്ചു വരും. സോ ആ ഒരു പോയിന്റ്, അതായത് ഇവിടുന്ന് തിരിയുന്ന ആ ഒരു പോയിന്റും പിന്നെ ആ ഗോൾഡ് ഫോയിൽ നമ്മളൊരു ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് ഇവിടെ കുറച്ചുകൂടെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ
ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈപോൾ ഒക്കെ കണ്ടിട്ടുണ്ട്. ഡൈപോൾ എന്താണ്? ടു ചാർജ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജും സെപ്പറേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ Q1 ഒരു സ്പീഷീസ്, ഒരു Q2 വേറൊരു. ഓക്കെ, സോ Q1 Q2 രണ്ട് ചാർജസ് ആണ്. സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ഡിസ്റ്റൻസിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇനീഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു Q1 ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എമിറ്റ് ചെയ്തപ്പോൾ ഇവിടെ Q1 ഇവിടെ ആയി. പിന്നെ ആ ഒരു ഡിസ്റ്റൻസ് അപ്പുറത്തെ Q2 ആണ് നമുക്ക് കൺസിഡർ ചെയ്യാം. അത് വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഒരു ക്ലോസസ്റ്റ് അപ്രോച്ചിന് R കണ്ടുപിടിക്കണം. Rന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അവരുടെ കണ്ടുപിടിക്കണം. സോ അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ Q1ന്റെ കേസിൽ അല്ല, ബേസിക് ആയിട്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു Q1 Q2 ബൈ R ആണ്. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. ഓക്കെ, ഇവിടെ കെയുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 9 × 10⁻⁹ മീറ്റർ ആണ്. 10⁹ ആണ് കെയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ രണ്ട് കേസ് കണ്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ Q1ലുള്ള പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാം. Q1 എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഓക്കെ, ഇവിടെയാണ് Q1 നോക്കുന്നത്. Q1 നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ്? അവിടെ കൈനറ്റിക് എനർജി ഉണ്ട്. പക്ഷെ പൊട്ടൻഷ്യൽ എനർജി അവിടെ ഇല്ല. നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഒരു പോയിന്റിൽ കൈനറ്റിക് എനർജി ഇല്ല. ഇപ്പോൾ മേളിൽ താഴോട്ട് വരുമ്പോഴത്തേക്കും താഴെ എന്താണ്? അവിടെ ചിലപ്പോൾ കൈനറ്റിക് എനർജി കാണത്തില്ല, അല്ലേ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റൊക്കെ അനുസരിച്ചാണ് ഇവിടെ ആ ഒരു ഇത് വരുന്നത്. സോ ഇവിടെ Q1 നോക്കുവാണെങ്കിൽ കൈനറ്റിക് എനർജി ഉണ്ട്, പക്ഷെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല. Q2ന്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും കൈനറ്റിക് എനർജി 0 ആണ്, പക്ഷെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എത്രയാണെന്ന് വെച്ചാൽ Q1 Q2 ബൈ R എന്ന് വരും. ഓക്കെ, ഇത്രയും വന്നു Q1 Q2 ബൈ R. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കൺസർവേഷൻ ഓഫ് ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അതായത് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും Ke1 + Pe1 = Ke2 + Pe2. Ke1 എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി ഫസ്റ്റിന്റെ കൈനറ്റിക് എനർജി എത്രയാണ്? ഹാഫ് mv² ആണ്. = കൈനറ്റിക് എനർജി സെക്കൻഡിന്റെ എത്രയാണ്? 0 ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ Q1 Q2 ബൈ R. ഇവിടെ Q1 എന്ന് പറയുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 2e ആണ്, അതായത് ചാർജ് ഓഫ് ഇലക്ട്രോണിന്റെ ആ ഇത് വെച്ച് 2e ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Q1 2e-യും അതുപോലെ ഇതെന്ന് പറയുമ്പോൾ Ze എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമുക്കിവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? K × 2e × Ze ബൈ R എന്ന് വരും. ഇവിടെ നമുക്ക് കാണേണ്ട സംഭവം എന്താണ്? R ആണ്, അല്ലേ? സോ R ഈസ് ഈക്വൽ ടു ഈ 2 മേലോട്ട് പോകും. 2 × 2 4 ആവുന്നു. 4e × Ze K ബൈ mv². ഇവിടെ ആൽഫ ഒക്കെ നമുക്ക് കാണാം. ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇതായതുകൊണ്ട് ആൽഫ ഒക്കെ ഇടാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത്. കെയുടെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ അതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ വരുന്നത്. R = 4e Ze K ബൈ m² m⁴ b⁴². സോ ഇത് ഹീലിയത്തിൻ്റെ കേസാണ്. പക്ഷേ നമ്മൾ ഒരു പ്രോട്ടോണിൻ്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇക്വേഷൻ നേരെ തിരിയും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2e × Ze ബൈ K എന്ന് വരും. ഓക്കെ, ഹീലിയത്തിൻ്റെ പ്രോട്ടോണിൻ്റെ കേസിൽ R = 4
ഇസഡ് ഇ സ്ക്വയർ കെ ബൈ എം വി സ്ക്വയർ. ഇവിടെ ഇസഡ് സ്ക്വയറിന് എഴുതാം കേട്ടോ, വേണമെങ്കിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഇ സ്ക്വയർ എന്നാക്കാം. ഇത്രയാണ് തോംസൺസ് മോഡൽ, റൂദർഫോർഡിൻ്റെ ആ ഒരു മോഡലിനെ പറ്റി പറയുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ് പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഇസഡ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അറ്റോമിക് നമ്പറാണ്, ഗോൾഡിൻ്റെ അറ്റോമിക് നമ്പർ അറിയണം. അതുപോലെ ഇ എന്ന് പറയുമ്പോൾ ചാർജിൻ്റെ ഇതാണ് പറയുന്നത്. കെ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, മാസ് വെലോസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് മോഡൽസിനെ പറ്റി പറയുന്നത്. അപ്പോൾ രണ്ട് മോഡൽസാണ് നമ്മളിവിടെ കണ്ടത്, തോംസൺസ് മോഡലും അതുപോലെ റൂദർഫോർഡ് മോഡലും. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.